ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയാകുമെന്ന് ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. IPL മാതൃകയിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയായിരിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം വകുപ്പ് IPL മാതൃകയിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് വള്ളംകളി ലീഗായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ ഫറോക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുനിസിപ്പാലിറ്റിയിൽ ഇനിയും ടൂറിസം വികസിച്ചാൽ റോഡിന് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ തനതായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കൂടുതൽ ടാക്സ് കിട്ടുന്ന സ്ഥാപനങ്ങൾ അവിടെ വരും. ഇത് ഈ നാട് വികസിക്കും. ഇതാണ് ടൂറിസം കൊണ്ടുള്ള ഗുണം. ചിലര് ചിന്തിക്കല്ലോ എന്താണ് ഇപ്പോ ഇങ്ങനെ പുതിയ സ്ഥാപനം വന്നുകൊണ്ട് നാടിന് ഗുണം. ഇതാണ് ഗുണം. ഉദുമ പഞ്ചായത്ത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കേരളത്തിലെ പല പഞ്ചായത്തുകളും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ നിലയിൽ ടൂറിസത്തെ വികസിപ്പിക്കാനാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ ജില്ലകളിലെ കൂടി വ്യാപിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ ജില്ലകളിലെ കൂടി വ്യാപിപ്പിക്കൂ എന്നുള്ളതിന്റെ ഭാഗമായി 2023 ആദ്യമായി ചാലിയാറിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിച്ചു. വിജയകരമായി. ഇത്തവണ 2024 ചൂരൽമല ദുരന്തം കാരണം നമുക്ക് പറ്റിയില്ല. ഇത്തവണ 2025 കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉണ്ട്. ചെറുവള്ളങ്ങളാണ്. അത് ഈ നാടിനെ കൂടുതൽ വികസിപ്പിക്കും. നാട് കൂടുതൽ അറിയപ്പെടും. നാട്ടിലേക്ക് കൂടുതൽ ആളുകൾ വരും. ഇത് നമ്മളെല്ലാവരും ഒന്നായി ഈ നാടിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. അപ്പോ ചാലിയാറിന്റെ തീരങ്ങൾ, ഈ പ്രദേശങ്ങൾ ചരിത്ര പ്രധാനമുള്ള ഇടങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നതിന് അനന്ത സാധ്യതയാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ളവരുണ്ട്. നമുക്കൊക്കെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒന്നിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇനി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉള്ള കാലത്തോളം ഈ ചാലിയാർ അതിന്റെ ഒരു വേദിയായിരിക്കും എന്നുള്ളതും പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ വള്ളംകളി ലോക പ്രശസ്തമാണ്. വടക്കൻ ജില്ലകളിലെ ടൂറിസം സാധ്യതകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് CBL ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ചുരുളൻ വള്ളങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CBL മത്സരങ്ങൾ ചാലിയാർ പുഴയിൽ ഫറോക്ക് പുതിയ പാലത്തിൽ നിന്നും ആരംഭിച്ച് പഴയ പാലത്തിനു സമീപത്തായി അവസാനിക്കുന്ന രീതിയിലാണ് നടത്തിയത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 60 അടി നീളമുള്ള 15 ചുരുളൻ വള്ളങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഓരോ വള്ളത്തിലും 30 തുഴച്ചിലുകാർ, 3 ട്രാക്കുകളിലായി 5 ഹീറ്റ് മത്സരങ്ങളും തുടർന്ന് 2 ലൂസേഴ്സ് മത്സരങ്ങളും ഫൈനൽ മത്സരവും നടന്നു. ഫറോക്ക് നഗരസഭാ ചെയർപേഴ്സൺ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA BKC മമ്മദ് കോയ മുഖ്യാതിഥിയായി. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ടീച്ചർ, കൗൺസിലർ KTM മജീദ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, DTPC സെക്രട്ടറി ഡോക്ടർ T നിഖിൽ ദാസ്, CBL സംഘാടക സമിതി കൺവീനർ T രാധാഗോപി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.